ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഴതോരും മുൻപേ സീരിയലിൻ്റെ ഇനി വരാനിരിക്കുന്ന നല്ലൊരു അടിപൊളി സൂപ്പർ ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് കേട്ടോ പറയുന്നത്. അങ്ങനെ വൈജയന്തി അലീനയോട് ചെയ്യുന്ന ക്രൂരതകൾ നാൾക്ക് നാൾ അധികരിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാലചന്ദ്രൻ തന്നെ കൊണ്ടാകും വിധം അവളെ പൊതിഞ്ഞു പിടിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും വൈജയന്തിക്ക് മുൻപിൽ ചിലപ്പോഴൊക്കെ ബാലചന്ദ്രന് തോറ്റു കൊടുക്കേണ്ടി വരുന്നുണ്ട്. അങ്ങനെ ബാലചന്ദ്രൻ ചിന്തിക്കുന്നുണ്ട്, ഒരു കണക്കിന് താൻ അലീനയെ ഇവിടെ പിടിച്ചു നിർത്തി അവളോട് ചെയ്യുന്നത് ദ്രോഹമല്ലേ. തൻ്റെ മുൻപിൽ ഒന്നും പ്രകടിപ്പിക്കുന്നില്ലെങ്കിലും സ്വന്തം അമ്മയുടെ കുത്തുവാക്കുകളും ശകാരങ്ങളും ഒക്കെ കേട്ട് മനസ്സ് മടുത്തിട്ടുണ്ടാവില്ല അവളുടെ. അതുകൊണ്ട് എങ്ങനെയെങ്കിലും അവളുടെ അച്ഛനെ കണ്ടുപിടിക്കണം. അങ്ങനെ ഒരാൾ ഉണ്ടാവുമല്ലോ. വൈജയന്തി മുൻപ് സ്നേഹിച്ചിരുന്ന അലീനയുടെ അച്ഛനായിട്ടുള്ള ആൾ ആരാണെന്ന് കണ്ടുപിടിക്കണം. അവളെ സ്വീകരിക്കാൻ അയാൾ പ്രാപ്തനാണെങ്കിൽ നടന്ന കാര്യങ്ങളെല്ലാം അയാളെ ബോധ്യപ്പെടുത്തി അലീനയെ അയാളുടെ കയ്യിൽ പിടിച്ചേൽപ്പിക്കണം. ഇനി താൻ അലീനയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ അവളെ ഇവിടെ ഇങ്ങനെ ഇട്ട് നരകിപ്പിക്കുന്നത് ശരിയല്ല എന്നൊക്കെ ബാലചന്ദ്രൻ തീരുമാനമെടുക്കുന്നുണ്ട്. അങ്ങനെ ബാലചന്ദ്രൻ അലീനയുടെ അച്ഛനായിട്ടുള്ള സ്റ്റാൻലിയെ കണ്ടുപിടിക്കാനായിട്ട് തീരുമാനിക്കുന്നു. അതിൻ്റെ ആദ്യപടി എന്നോണം ബാലചന്ദ്രൻ ഗംഗാധരനെ കാണാനായിട്ടാണ് ചെല്ലുന്നത്. പ്രതീക്ഷിക്കാതെ ബാലചന്ദ്രനെ വീണ്ടും കാണുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് ഭയന്നു പോകുന്നുണ്ട് ഗംഗാധരൻ. എങ്കിലും ബാലചന്ദ്രനെ സൗമ്യമായിട്ട് തന്നെ സ്വീകരിക്കുന്നുണ്ട്. തുടർന്ന് എന്താ ബാലചന്ദ്ര പ്രതീക്ഷിക്കാതെ ഒരു വരവ്, വൈജയന്തി വീണ്ടും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പെങ്ങളുടെ വിശേഷം അറിയാൻ എന്താ ഉത്സാഹം. പുതുതായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല, നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെയുള്ളൂ. എന്തായാലും നിങ്ങളുടെ പെങ്ങൾ അടങ്ങാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. സ്വന്തം മകളാണെന്നറിയാതെ അലീനയെ അവൾ ആവുന്നത്ര ദ്രോഹിക്കുന്നുണ്ട്. ഒറ്റയ്ക്ക് പോട്ടെ, അതിനെല്ലാം കാലം അവൾക്ക് ഒരു തിരിച്ചടി കൊടുക്കുമായിരിക്കും. ഞാനിപ്പോൾ വന്നത് മറ്റൊരു കാര്യം അറിയിക്കാനാണ്. അലീനയെ ഇനിയും അവിടെ തന്നെ നിർത്തുന്നത് അവളുടെ ജീവന് തന്നെ ഭീഷണിയായിക്കൊണ്ടിരിക്കുകയാണ്. സ്വന്തം മകളെ പെറ്റമ്മ തന്നെ കൊലയ്ക്ക് കൊടുക്കുന്ന അവസ്ഥയിലൂടെയാണ് കാര്യങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്കത് എത്രയെന്ന് വെച്ച് തടയാൻ പറ്റും. അങ്ങനെ ഒരു ദുരന്തം സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഞാനൊരു തീരുമാനം എടുത്തു. അലീനയെ അവളുടെ അച്ഛനെ ഏൽപ്പിക്കണം. പിന്നെ എനിക്ക് ആദ്യം അയാളെ കണ്ടെത്തണം, അയാളോട് കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കണം. അതിനെനിക്ക് ഗംഗേട്ടൻ്റെ സഹായം കൂടിയേ തീരൂ എന്നൊക്കെ പറയുന്നുണ്ട് ബാലചന്ദ്രൻ. ഞാനെങ്ങനെ സഹായിക്കാനോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഗംഗേട്ട വല്ലാണ്ടങ്ങ് ഉരുണ്ട് കളിക്കല്ലേ, ഗംഗേട്ടൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ആളായിരുന്നു അയാൾ എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് അയാളെ അറിയാതിരിക്കുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ബാലചന്ദ്ര, നീ പറയുന്നതൊക്കെ ശരിയാണ്, എൻ്റെ കൂടെ ഒന്നിച്ച് വർക്ക് ചെയ്തിരുന്ന ആൾ തന്നെയായിരുന്നു സ്റ്റാൻലി. പക്ഷേ അവൻ ഇവിടെ നിന്ന് പോയതിന് ശേഷം അവനെക്കുറിച്ച് ഞങ്ങൾക്ക് യാതൊരുവിധ അറിവുമില്ല. ഇക്കണക്കിന് പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും കൂടി അവനെ നാട് കടത്തിയതായിരുന്നു. അതിനുശേഷം അവനെക്കുറിച്ച് അന്വേഷിച്ചിട്ടില്ല എന്ന് പറയുന്നതാവും ശരി. അതിനുശേഷം അവനെക്കുറിച്ച് ഞങ്ങൾക്കാർക്കും യാതൊരു വിവരവുമില്ല. അവൻ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അറിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗംഗാധരൻ കൈമലർത്താണ്. അപ്പോൾ അയാളെ കണ്ടുപിടിക്കാൻ ഒരു വഴിയുമില്ല എന്നാണോ ഗംഗേട്ടൻ പറഞ്ഞു വരുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരു വഴിയുണ്ട്, അവൻ്റെ നാട്ടിലെ അഡ്രസ്സ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു, ഞാനൊന്ന് തപ്പി നോക്കട്ടെ, അത് കിട്ടിയാൽ ചിലപ്പോൾ അവനെ കണ്ടുപിടിക്കാൻ സാധിക്കും. എന്തായാലും ബാലചന്ദ്രൻ ഇരിക്കെ ഞാനൊന്ന് നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഗംഗേട്ടൻ അകത്തേക്ക് പോവാണ്. അകത്ത് ചെന്ന് ഒരുപാട് പഴക്കം ചെന്നൊരു ഡയറി എടുക്കുന്നുണ്ട് ഗംഗാധരൻ. അങ്ങനെ ആ ഡയറി എടുത്ത് മറിച്ച് നോക്കുന്ന സമയത്ത് അതിൽ ഒരിക്കൽ അലീനയുടെ അച്ഛൻ്റെ അഡ്രസ്സ് കുറിച്ച് വെച്ചത് കാണുന്നുണ്ട്. ഗംഗാധരൻ ഉടനെ തന്നെ അതെടുത്ത് ബാലചന്ദ്രനെ ഏൽപ്പിക്കുന്നു. അവനെ കണ്ടെത്തി കഴിഞ്ഞാൽ ആ വിവരം എന്നെയും കൂടി ഒന്ന് അറിയിക്കണം. ഞങ്ങളുടെ കുടുംബം അവനോട് ചെയ്തത് ഒരിക്കലും പൊറുക്കാൻ പറ്റാത്ത തെറ്റാണ്. പക്ഷെ അന്ന് ഞങ്ങളുടെ മുൻപിൽ അങ്ങനെ ചെയ്യുകയല്ലാതെ മറ്റൊരു മാർഗവും ഉണ്ടായിരുന്നില്ല. അതിനെല്ലാം എനിക്ക് അവൻ്റെ കാല് പിടിച്ച് മാപ്പ് ചോദിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഒരു പുച്ഛത്തോടെ ബാലചന്ദ്രൻ ഗംഗാധരനെ നോക്കി ചിരിക്കുകയാണ്. മാപ്പ് പറഞ്ഞാൽ എല്ലാം തീർന്നു എന്നാണോ ഗംഗേട്ടൻ ചിന്തിച്ചു വെച്ചിരിക്കുന്നത്? ഒരാളുടെ ജീവിതം മാത്രമല്ല നിങ്ങളെല്ലാവരും കൂടി അന്ന് തട്ടിത്തെറിപ്പിച്ചത്. അലീന അടക്കം 3-4 പേരുടെയാണ്. ആ പാപമൊക്കെ ഗംഗയിൽ പോയി കുളിച്ചാലും കഴുകിക്കളയാനാവില്ല എന്നൊക്കെ പറയുമ്പോൾ ബാലചന്ദ്രൻ, ഇനിയും അതിൻ്റെ പേരിൽ നീ ഞങ്ങളെ കുറ്റപ്പെടുത്തരുത്. ഞങ്ങളന്ന് അങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ട് നിനക്ക് ഉപകാരമല്ലേ ഉണ്ടായിട്ടുള്ളൂ. നീ സ്നേഹിച്ച വൈജയെ നിനക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞില്ലേ എന്നൊക്കെ പറയുമ്പോൾ ഗംഗേട്ട പഴയതൊന്നും എന്നെക്കൊണ്ട് പറയിപ്പിക്കരുത്. വൈജയ് എനിക്ക് സ്വന്തമായത്രേ, എൻ്റെ വായിലിരിക്കുന്നത് കേൾക്കരുത്. അവൾ എൻ്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം മനസ്സമാധാനം എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. എങ്കിലും സത്യങ്ങളൊക്കെ അറിയുന്നത് വരെ അവൾക്ക് മുൻപിൽ താഴ്ന്നു കൊടുത്ത് ജീവിച്ചിട്ടേ ഉള്ളൂ. ഞാൻ എന്നിട്ട് ഇപ്പോൾ എന്തായി, എല്ലാം തകർന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുകയാണ് ബാലചന്ദ്രൻ. അങ്ങനെ ഗംഗാധരനെ കണ്ട് തിരികെ നാട്ടിലെത്തിയ ബാലചന്ദ്രൻ അധികം വൈകാതെ തന്നെ അലീനയുടെ അച്ഛനെ അന്വേഷിച്ചിറങ്ങുന്നുണ്ട്. ഗംഗാധരൻ പറഞ്ഞു കൊടുത്ത അഡ്രസ്സൊക്കെ തപ്പിപ്പിടിച്ച് ബാലചന്ദ്രൻ കുറേ അന്വേഷിക്കുന്നുണ്ടെങ്കിലും സ്റ്റാൻലിയെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നില്ല. അങ്ങനെ കുറേ അലച്ചിലിനൊടുവിൽ സ്റ്റാൻലിയെ കണ്ടുപിടിക്കുന്നുണ്ട്. അങ്ങനെ അലീനയുടെ അച്ഛനെ കണ്ട് ബാലചന്ദ്രൻ ആകെ ഷോക്കാവുന്നുണ്ട്. ഇതായിരുന്നു വൈജയുടെ കാമുകൻ, എന്നേക്കാൾ മുൻപ് സ്വന്തം ജീവൻ കൊടുത്ത് അവളെ സ്നേഹിച്ച ആൾ എന്നൊക്കെ ചിന്തിച്ച് ഒരു നിമിഷം അയാളെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ബാലചന്ദ്രൻ. ബാലചന്ദ്രനെ കണ്ട് സ്റ്റാൻലി ആണെങ്കിൽ, അല്ല നിങ്ങൾ ആരാ, എന്ത് വേണമെന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ആരാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ അറിയൂ,
25 വർഷം മുൻപ് നിങ്ങളൊരു പെണ്ണിനെ സ്നേഹിച്ചില്ലേ, വൈജയന്തി? അവളുടെ ഭർത്താവാണ് ഞാൻ. നിങ്ങളുടെ പ്രണയത്തിന് എന്താ സംഭവിച്ചത് അതെനിക്ക് അറിയണം. അതിനാണ് ഞാൻ വന്നത്. നിങ്ങൾ എന്തിനാണ് വൈജയന്തിയെ ചതിച്ചത് എന്നെല്ലാം ബാലചന്ദ്രൻ ചോദിക്കുമ്പോൾ, അതിന് ഞാൻ വൈജയെ ചതിച്ചു എന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത്? ഞാൻ ഒരിക്കലും അവളെ ചതിച്ചിട്ടില്ല. എനിക്ക് അവളെ എൻ്റെ ജീവനേക്കാൾ ഇഷ്ടമായിരുന്നു. അന്ന് സംഭവിച്ചത് എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറയാമെന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ സ്റ്റാൻലി ബാലചന്ദ്രനോട് പറയുന്നുണ്ട്. ഞാനും വൈജയും വളരെയധികം സന്തോഷത്തോടെ ആഗ്രയിൽ ജീവിച്ചു വരികയായിരുന്നു. ഞങ്ങളുടെ വിവാഹം രജിസ്റ്റർ ചെയ്യാനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തു കഴിഞ്ഞിരുന്നു. അതിന് ഒരാഴ്ച മുമ്പെയാണ് അത് സംഭവിച്ചത്. അന്നേ ദിവസം എൻ്റെയും വൈജയുടെയും അവസാനത്തെ കൂടിക്കാഴ്ചയായിരുന്നത് ഞാൻ ഒരിക്കലും അറിഞ്ഞിരുന്നില്ല. ഞാനും വൈജയും മാത്രം തീരുമാനിച്ചുറപ്പിച്ച ആ വിവാഹം അവളുടെ ഏട്ടന്മാർ അറിഞ്ഞാൽ സമ്മതിക്കില്ലെന്ന് ഞങ്ങൾക്ക് അറിയാമായിരുന്നു. വൈജയുടെ നിർബന്ധം കൊണ്ടായിരുന്നു ഏട്ടന്മാർ അറിയാതെ വിവാഹം കഴിക്കാം എന്നുള്ള തീരുമാനം ഞങ്ങൾ എടുത്തത്. അങ്ങനെ രജിസ്റ്റർ ഓഫീസിൽ വെച്ച് കണ്ടുമുട്ടാം എന്നൊക്കെ വാക്കുകൊടുത്ത് ഞാനും വൈജയും അന്ന് യാത്ര പറഞ്ഞു പിരിഞ്ഞു എന്നെല്ലാം സ്റ്റാൻലി പറയുന്നത് കേട്ട് ആകാംക്ഷയോടെ അത് കേട്ടിരിക്കുകയാണ് കേട്ടോ ബാലചന്ദ്രൻ. എന്തുകൊണ്ട് നിങ്ങൾ വൈജയെ വിവാഹം കഴിച്ചില്ല? എന്തുകൊണ്ട് അവളെ എൻ്റെ തലയിൽ കെട്ടിവെച്ച് നിങ്ങൾ നാട് വിട്ടും എന്നുകൂടി ബാലചന്ദ്രൻ ചോദിക്കുമ്പോൾ, വൈജ വിവാഹത്തിന് നിർബന്ധം പിടിക്കാൻ മറ്റൊരു കാരണം കൂടി ഉണ്ടായിരുന്നു. അവളുടെ വയറ്റിൽ എൻ്റെ കുഞ്ഞ് വളരുന്നുണ്ടായിരുന്നു. 3 മാസം ഗർഭിണിയായിരുന്നു വൈജ. അത് പുറത്തറിയുന്നതിന് മുൻപ് അവളുടെ കഴുത്തിൽ താലി ചാർത്താനായിരുന്നു ഞങ്ങളുടെ പദ്ധതി. എൻ്റെ കുഞ്ഞിനെ കാണാൻ, വൈജയുടെ മകളെ കാണാൻ ഞാൻ ഒരുപാട് കൊതിച്ചിട്ടുണ്ടായിരുന്നു. വൈജയുടെ അതേ രൂപമുള്ള ഒരു കുഞ്ഞിനെയായിരുന്നു ഞാൻ ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ ആ കുഞ്ഞിൻ്റെ മുഖം പോലും കാണാൻ ദുർവിധി എന്നെ സമ്മതിച്ചില്ല. അത് ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ എന്ന് പോലും ഇന്നും എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിറഞ്ഞ കണ്ണുകൾ തുടയ്ക്കുന്നുണ്ട് സ്റ്റാൻലി. ബാലചന്ദ്രൻ അത് കണ്ട് അയാളെ സമാധാനിപ്പിക്കുന്നുണ്ട്. എന്തായിരുന്നു നിങ്ങൾക്കിടയിലെ തടസ്സം? എന്തുകൊണ്ടാണ് പിന്നെ നിങ്ങൾ ഒരുമിക്കാതിരുന്നത്? അവളുടെ അച്ഛൻ കുഞ്ഞിരാമ മേനോനായിരുന്നോ എന്നെല്ലാം ബാലചന്ദ്രൻ ചോദിക്കുമ്പോൾ, അതെ, ഞങ്ങളുടെ വിവാഹം മണത്തറിഞ്ഞ വൈജയുടെ അച്ഛനും അമ്മാവനും സഹോദരൻ കൂടി ചേർന്നിട്ടാണ് എന്നെ കൊല്ലാൻ പദ്ധതിയിട്ടത്. അവരയച്ച വണ്ടിയിടിച്ച് ആക്സിഡൻറ്റ് പറ്റി കുറേ നാൾ ഞാൻ കിടപ്പിലായിരുന്നു. ഏകദേശം 1 വർഷത്തോളം ഞാൻ ആ കിടപ്പ് കിടന്നു. അതിൽ നിന്ന് മുക്തി തേടി ഞാൻ തിരിച്ചെത്തിയപ്പോഴാണ് വൈജയുടെ വിവാഹം കഴിഞ്ഞ് അവൾ പുതിയൊരു ജീവിതത്തിലേക്ക് പ്രവേശിച്ച വിവരം ഞാൻ അറിഞ്ഞത്. ആ വാർത്ത എന്നെ കൂടുതൽ തളർത്തി കളഞ്ഞെങ്കിലും പതിയെ ഞാൻ എൻ്റെ ജീവിതം തിരിച്ചു പിടിച്ചു. പിന്നെ ഞാൻ അവളെ ശല്യം ചെയ്യാനായിട്ട് പോയിട്ടില്ല. അവളുടെ കുഞ്ഞ് എവിടെയെന്ന് എനിക്ക് ഇതുവരെ അറിയില്ല. ആ കുഞ്ഞിനെ കണ്ടെത്താൻ ഞാൻ ഒരുപാട് ശ്രമിച്ചതാണ്. കുറേ അന്വേഷിച്ചെങ്കിലും അതേക്കുറിച്ച് ഒരു അറിവും എനിക്ക് ലഭിച്ചില്ല എന്നൊക്കെ പറയുന്നുണ്ട് സ്റ്റാൻലി. നിങ്ങൾ അതോർത്ത് ഇനിയും ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ഇക്കാര്യം പറയാൻ തന്നെയാണ് നിങ്ങളെ തേടി വന്നത്. അവൾക്ക് ജനിച്ചതൊരു പെൺകുട്ടിയായിരുന്നു. അവളിപ്പോൾ വൈജയുടെ കൂടെ തന്നെ ഞങ്ങളുടെ വീട്ടിലുണ്ട്. പക്ഷേ വൈജയ്ക്ക് ഇതുവരെ അവളെ തിരിച്ചറിയാനായിട്ട് സാധിച്ചിട്ടില്ല. ഒരു വേലക്കാരിയായിട്ടാണ് അവൾ ഞങ്ങളുടെ വീട്ടിലേക്ക് എത്തുന്നതെന്നും പറഞ്ഞുകൊണ്ട് മരിക്കാൻ നേരം കുഞ്ഞിരാമമേനോൻ ചെയ്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ബാലചന്ദ്രൻ സ്റ്റാൻലിയോട്. അവൾ സ്വന്തം മകളാണെന്ന് ആരും വൈജയോട് ഇതുവരെ പറഞ്ഞു കൊടുത്തിട്ടില്ല എന്നും പ്രസവത്തോടെ അവളുടെ ആ കുഞ്ഞു മരിച്ചു എന്നാണ് അവൾ ഇന്നും വിശ്വസിച്ച് വെച്ചിരിക്കുന്നത്. നിങ്ങളും ഇക്കാര്യം അവളോട് പറഞ്ഞു കൊടുക്കരുത് എന്നല്ല പറയുമ്പോൾ ഇല്ല ബാലചന്ദ്രൻ, ഞാൻ ഇനി ഒരിക്കലും വൈജയെ നേരിൽ കാണാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് വൈജയല്ല കാണേണ്ടത്, എൻ്റെ മോളെയാണ് കാണേണ്ടത്. അവളെ ഒരു നോക്ക് കണ്ടിട്ട് മരിക്കാനാണ് ഞാൻ ഇത്രയും വർഷം കാത്തിരുന്നത്. എൻ്റെ മോൾ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്നറിയാതെ ഉരുക്കി തീരെയായിരുന്നു ഇത്രയും നാൾ. വൈജയ്ക്ക് വേണ്ടി ഞാൻ മറ്റൊരു വിവാഹം പോലും ഇതുവരെ കഴിച്ചിട്ടില്ല. ഒരിക്കലും വൈജ ഇനി തൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല എന്നൊക്കെ എനിക്കറിയാമായിരുന്നു. പക്ഷേ എനിക്കെന്തോ വൈജയെ മറന്ന് മറ്റൊരു ജീവിതത്തിലേക്ക് കടക്കാൻ തോന്നിയില്ല. ഇപ്പോൾ എന്തായാലും വൈജയുടെ ഭർത്താവായിട്ട് ബാലചന്ദ്രൻ എൻ്റെ മുന്നിലുണ്ടല്ലോ. ഇനി എനിക്ക് വൈജയെ കാണണ്ട, എനിക്ക് എൻ്റെ മകളുടെ കാര്യം മാത്രം അറിഞ്ഞാൽ മതി എന്നെല്ലാം സ്റ്റാൻലി പറയുമ്പോൾ അലീനയെ കാണിച്ചു കൊടുക്കാമെന്ന് ബാലചന്ദ്രൻ അയാൾക്ക് വാക്കു കൊടുക്കുന്നുണ്ട്. അങ്ങനെ വൈജ വീട്ടിലില്ലാത്ത ഒരു ദിവസം സ്റ്റാൻലിയെ വീട്ടിലേക്ക് ക്ഷണിച്ചുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ ബാലചന്ദ്രൻ. വീട്ടിലെത്തിയുടൻ ബാലചന്ദ്രൻ്റെ നേരെ ഷൗട്ട് ചെയ്യുന്നുണ്ട് വൈജയന്തി. നിങ്ങളിത് എവിടെയായിരുന്നു? കുറച്ച് ദിവസമാണല്ലോ അലഞ്ഞു തിരിഞ്ഞ് നടക്കാൻ തുടങ്ങിയിട്ട്. എവിടെയൊക്കെ ദൂരയാത്ര പോവുകയാണെങ്കിൽ ഒന്ന് ഫോൺ വിളിച്ച് അറിയിച്ചൂടെ എന്നൊക്കെ ചോദിച്ച് വൈദ്യ ദേഷ്യപ്പെടുന്നുണ്ട്. ഞാൻ എനിക്ക് ഇഷ്ടമുള്ളിടത്തൊക്കെ പോയും ചിലപ്പോൾ മടങ്ങി വന്നില്ലെന്നും വരും. നീക്ക് ആരാടി അത് ചോദ്യം ചെയ്യാൻ? എൻ്റെ മുന്നിൽ നിന്ന് മാറി നിൽക്കുക. എൻ്റെ മുഖം കാണുന്നത് പോലും എനിക്ക് ഇപ്പോൾ ഇഷ്ടമല്ല, വെറുപ്പാണെന്നൊക്കെ ബാലചന്ദ്രൻ മറുപടി പറയുന്നുണ്ട്. പിന്നീട് അയാൾ അലീനയുടെ അടുത്ത് പോയിട്ട് സംസാരിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ അച്ഛനെ തേടി പോയതായിരുന്നു. ഞാൻ അദ്ദേഹത്തെ കണ്ട് സംസാരിക്കുകയും ചെയ്തു. നിനക്ക് അയാളെ കാണാൻ ആഗ്രഹമില്ലേ? ഒരുപാട് കാലമായിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ലേ എന്നെല്ലാം ബാലചന്ദ്രൻ ചോദിക്കുമ്പോൾ, അച്ഛൻ പറയുന്നത് സത്യമാണോ? അച്ഛൻ ശരിക്കും എൻ്റെ അച്ഛനെ കണ്ടിട്ടാണോ വരുന്നതൊക്കെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അലീന. നിനക്കെന്നെ വിശ്വാസമില്ലേ? ഞാൻ നിനക്ക് തന്ന വാക്കാണ് ഇപ്പോൾ പാലിച്ചിരിക്കുന്നത്. ബാലചന്ദ്രൻ ഒരിക്കലും കള്ളം പറയാറില്ല. നിന്നെപ്പോലെ തന്നെയാണ് നിൻ്റെ അച്ഛനും. നിന്നെപ്പോലെ ഒരു നല്ല മനസ്സിൻ്റെ ഉടമ
കാണാനും പാവമാണ്. ഒരു ദിവസം ഞാൻ അദ്ദേഹത്തെ ഇങ്ങോട്ട് ക്ഷണിച്ചിട്ടുണ്ട് എന്നെല്ലാം ബാലചന്ദ്രൻ പറയുമ്പോൾ, അയ്യോ അത് വേണ്ടായിരുന്നു അച്ഛൻ, ഞാനും അച്ഛനും തമ്മിൽ കണ്ടാൽ അമ്മ എന്തായാലും അതറിയും. അമ്മയ്ക്ക് അത് വലിയൊരു ഷോക്കാകും. ഞാൻ തനിച്ചു പോയി അച്ഛനെ കണ്ടിട്ട് വരാം, അല്ലാതെ അച്ഛൻ ഇങ്ങോട്ട് വന്നാൽ അത് ശരിയാവില്ല എന്നൊക്കെ പറയുന്നുണ്ട് അലീന. എങ്കിൽ നിൻ്റെ ഇഷ്ടം പോലെ ആകട്ടെ, നാളെ തന്നെ നീ പോകാൻ റെഡിയായിക്കോ. കുറച്ച് നാളെങ്കിൽ കുറച്ച് നാൾ നീ നിൻ്റെ അച്ഛൻ്റെ കൂടെ കഴിയൂ, അല്ലെങ്കിൽ ഇവിടെയുള്ളവർക്ക് സംശയം തോന്നും. കുറച്ചു നാൾ അച്ഛൻ്റെ കൂടെ കഴിഞ്ഞ് നിൻ്റെ ആഗ്രഹമൊക്കെ തീർത്ത് പതിയെ തിരിച്ചു വന്നാൽ മതി. അച്ഛൻ്റെ കൂടെ കഴിയണമെന്ന് നിനക്കും ആഗ്രഹമില്ലേ? ഇനി ആ അച്ഛനെ കിട്ടിക്കഴിയുമ്പോൾ ഈ അച്ഛനെ മറക്കോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ബാലചന്ദ്രൻ. ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ഈ അച്ഛനെ മറന്നാൽ ഒരു ജീവിതം എനിക്കില്ല. എൻ്റെ ആദ്യത്തെ അച്ഛൻ ബാലചന്ദ്രൻ സാറ് തന്നെയാണ്. അച്ഛനെ മറന്ന് എനിക്കൊരിക്കലും ഒരു ജീവിതം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് അലീന ബാലചന്ദ്രനെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. ഇത് കണ്ട് ബാലചന്ദ്രന് ഒരുപാട് സന്തോഷമാവുന്നു. അടുത്ത ദിവസം എല്ലാവരോടും യാത്ര പറയുന്നുണ്ട് അലീന. അവസാനം നിനക്ക് നല്ല ബുദ്ധി തോന്നിയല്ലോ, നിങ്ങൾക്ക് നല്ല ബുദ്ധി തോന്നിയല്ലോ, ഇവളെ കൊണ്ടുവിടാമെന്ന് സമ്മതിച്ചല്ലോ. എന്താ ഇതിൻ്റെയൊക്കെ അർത്ഥം? ഈശ്വരന്മാർ എൻ്റെ പ്രാർത്ഥന കേട്ടു എന്നല്ലേ ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? അല്ല, ഇവൾ ഇനിയും ഏതെങ്കിലും വീട്ടിൽ ഹോം നേഴ്സായിട്ടാണോ പോകുന്നത്? എന്തായാലും വേണ്ടില്ല, ഇനി ഇങ്ങോട്ട് തിരിച്ചു വരാതിരുന്നാൽ മതി. എനിക്ക് അത്രയേ വേണ്ടൂ. ഇവളുടെ ശല്യം ഈ വീട്ടിൽ ഉണ്ടാവില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ കൃഷ്ണമോൾ അവിടേക്ക് വരുന്നുണ്ട്. അമ്മ എന്തൊക്കെയാണ് പറയുന്നത്? ഈ പറഞ്ഞൊന്നും പിന്നീട് തിരിച്ചെടുക്കാൻ പറ്റില്ല. അലീന ചേച്ചി ഇവിടുത്തെ സ്വന്തം മകളായിട്ട് ഒരിക്കൽ തിരിച്ചു വരും. അമ്മയ്ക്ക് അധികം വൈകാതെ അത് മനസ്സിലായിക്കോളും എന്നൊക്കെ കൃഷ്ണമോൾ പറയുമ്പോൾ, എന്തൊക്കെ വിഡ്ഢിത്തമാണ് ഈ വിളിച്ചു പറയുന്നത്? അലീന എന്തിനു മകളായിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരുന്നത്? അല്ലെങ്കിൽ 3 മക്കൾ ഇവിടെയുണ്ടല്ലോ, അത് തന്നെ മതി. അല്ലാതെ തെരുവിൽ കിടന്ന് വളർന്ന ഇവളെയൊന്നും ഞാൻ ഒരിക്കലും മകളായിട്ട് അംഗീകരിക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ വൈജയന്തി. അങ്ങനെ അലീന യാത്ര പറഞ്ഞു പോകുമ്പോൾ, സ്നേഹം കൊണ്ടൊന്നുമല്ല, നീ പോയാൽ ഈ വീട്ടിലെ ജോലികളൊക്കെ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വരുമല്ലോ, ഇതോർത്തിട്ടാണ് എൻ്റെ സങ്കടം എന്നൊക്കെ വൈജ സങ്കടം ഭാവിച്ച് നിൽക്കുകയാണ്. മേഡം പേടിക്കണ്ട, ഞാൻ പോകുന്നത് തൽക്കാലത്തേക്കാണ്. 2 മാസം കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരും. അതുവരെ മാത്രമേ ഈ ജോലിയൊക്കെ ചെയ്യേണ്ടതുള്ളൂ. നിങ്ങളൊക്കെ ആഗ്രഹിക്കുമ്പോൾ ആ നിമിഷം എന്നെ ഒന്ന് വിളിച്ചാൽ മതി. ഞാൻ നിങ്ങളുടെയൊക്കെ മുന്നിൽ പറന്നെത്തിയിരിക്കും. നിങ്ങളൊന്നും കൂടെയില്ലാതെ എനിക്കും ഇപ്പോൾ പറ്റില്ലെന്നായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് അലീന എല്ലാവരോടും യാത്ര പറഞ്ഞ് ഇറങ്ങാണ്. വൈജയ്, നീ മനസ്സിൽ കുറിച്ചിട്ടോ, ഇനിയാണ് അലീന മോളുടെ വില എന്താണെന്ന് നീ മനസ്സിലാക്കാൻ പോകുന്നത്. അവളില്ലാത്ത ഓരോ ദിവസവും നീ അവളെക്കുറിച്ച് ഓർത്ത് നീറിക്കൊണ്ടിരിക്കും. അവളെ ഒരു നോക്ക് കാണാൻ വേണ്ടി നീ കൊതിക്കുന്ന ഒരു ദിവസം വരുമടി. അന്ന് അലീനയെ തിരിഞ്ഞ് ഒരു ഭ്രാന്തിയെ പോലെ നീ അലയേണ്ടി വരുമെന്നൊക്കെ ബാലചന്ദ്രൻ പറയുമ്പോൾ, പിന്നെ അവൾ പോയാൽ എനിക്ക് പുല്ലാണേ, എനിക്കൊന്നും ഉണ്ടാവില്ല. ബാലചന്ദ്രൻ പറയുന്നത് കേട്ട തോന്നുമല്ലോ, ജോലി ചെയ്യാൻ സെർവൻറ്റിനെ കിട്ടാത്ത നാടാണ് ഇതെന്ന്. ഇവളേക്കാൾ നല്ല മിടുക്കുള്ള ആളുകളെ കൊണ്ടുവരാൻ എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് വൈജയന്തി. അങ്ങനെ ബാലചന്ദ്രൻ അലീനയും കൊണ്ടുപോയി സ്റ്റാൻലിയുടെ വീട്ടിലാക്കി അവിടെ നിന്ന് യാത്ര പറഞ്ഞിറങ്ങുകയാണ്. കൊട്ടാരം പോലെയുള്ള അയാളുടെ വീട് കണ്ട് അലീന ആകെ ഷോക്കാവുന്നുണ്ട്. എൻ്റെ അച്ഛൻ ഇത്രയും വലിയ കോടീശ്വരനായിരുന്നോ? ഈ ഒരു വീട്ടിലായിരുന്നില്ലേ ഞാൻ വളരേണ്ടിയിരുന്നത്? പക്ഷേ ആ ഭാഗ്യം ദൈവം എനിക്ക് തന്നില്ലല്ലോ എന്നോർത്ത് അലീന വിഷമത്തോടെ അകത്തേക്ക് കയറുന്നുണ്ട്. പെട്ടെന്ന് തൻ്റെ കൺമുന്നിൽ അച്ഛനെ കണ്ട് അലീന ആകെ പതറി പോകുന്നുണ്ട്. എൻ്റെ മോളെ എന്നും വിളിച്ച് സ്റ്റാൻലി മുന്നോട്ട് വന്ന് അവളെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. ശേഷം അവളുടെ മുഖത്തോക്കി നോക്കി അവൾ അങ്ങനെ കരയാണ്. അലീനയാണെങ്കിൽ അച്ഛൻ്റെ ആ സ്നേഹം കണ്ട് ഒന്നും മിണ്ടാതെ എങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. സാർ എന്താ ഇതെന്നൊക്കെ അലീന ചോദിക്കുമ്പോൾ, സാറല്ല, ഇനി മുതൽ ഞാനാണ് നിൻ്റെ അച്ഛൻ. 25 വർഷത്തോളം ഇങ്ങനെ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിരുന്നത്. നിന്നെക്കുറിച്ച് ഓർക്കാത്ത ഒരു നിമിഷം പോലും എൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോയിട്ടില്ല. കുറച്ച് വൈകിയാണെങ്കിലും നീ അച്ഛൻ്റെ അടുത്തേക്ക് തന്നെ എത്തിയല്ലോ. നിനക്ക് വേണ്ടിയുള്ളതാണ് ഇനി എൻ്റെ ബാക്കിയുള്ള ജീവിതം. നിൻ്റെ അമ്മയ്ക്കും വേണ്ടി കാത്തിരുന്ന് വിവാഹം പോലും ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം അലീനയുടെ മുന്നിൽ കരയുന്നുണ്ട്. അമ്മയുടെ സ്നേഹം എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല, എന്നാൽ അച്ഛൻ്റെ സ്നേഹം സ്വന്തം അച്ഛനല്ലെങ്കിൽ പോലും ബാലചന്ദ്രൻ സാറ് എനിക്ക് വേണ്ടുവോളം തന്നിട്ടുണ്ട്. പക്ഷേ സ്വന്തം അച്ഛൻ്റെ സ്നേഹവും എനിക്ക് വേണം. എല്ലാവരുടെയും മുന്നിൽ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ എനിക്കിപ്പോൾ ഒരു അച്ഛനുണ്ടല്ലോ, ആ ഒരു തോന്നൽ എനിക്കുണ്ട് അച്ഛ. ഇനി ഞാൻ ഈ അച്ഛനെ വിട്ട് എങ്ങോട്ടും പോവില്ല എന്ന് പറഞ്ഞുകൊണ്ട് അലീന കരഞ്ഞുകൊണ്ട് അച്ഛനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ നിൻ്റെ അച്ഛനാണെന്ന് തൽക്കാലം ആരോടും പറയണ്ട. ഇവിടുത്തെ സെർവൻ്റായിട്ട് കുറച്ച് നാൾ നിന്നാൽ മതി. പക്ഷേ ജോലിയൊന്നും ഞാൻ നിന്നെ കൊണ്ട് ചെയ്യിക്കില്ല. മറ്റുള്ളവരുടെ മുന്നിൽ നിന്നെ എൻ്റെ മകളായിട്ട് അംഗീകരിക്കാൻ എനിക്ക് കുറച്ചുകൂടി സമയം വേണം. നമ്മുടെ ജീവിതം ഈ വിധമാക്കി തീർത്തവരോടൊക്കെ എനിക്ക് പകരം ചോദിക്കണം. അവരുടെയൊക്കെ മുൻപിൽ എൻ്റെ മകളായിട്ട് നിന്നെ ഉയർത്തിപ്പിടിക്കണം. എനിക്ക് ജീവൻ കൊടുത്ത് സ്നേഹിച്ച വൈജി എനിക്ക് ഭാര്യയായിട്ട് കിട്ടിയിട്ടില്ല. എനിക്ക് എൻ്റെ മകളെയെങ്കിലും വേണം. ഞാൻ മോളോട് മാപ്പ് ചോദിക്കുകയാണ്. ഈ അച്ഛൻ മോളോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ലായിരുന്നു മോള് ജീവിച്ചിരിപ്പുണ്ടെന്ന്. എനിക്ക് മാപ്പ് തരണം. കുറച്ച് നാൾ ഈ വീട്ടിൽ സെർവൻ്റായിട്ട് കഴിയുന്നതിൽ മോൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്, അതുകൊണ്ടാണെന്നൊക്കെ സ്റ്റാൻലി പറയുമ്പോൾ, ഇല്ല അച്ഛാ, ഞാൻ വീട്ടിലും സെർവൻ്റായിട്ടാണല്ലോ നിന്നത്, അതിലൊന്നും എനിക്കൊരു പരാതിയും ഉണ്ടായിരുന്നില്ല. നീ ഇപ്പോൾ ഈ വീട്ടിലാണെന്ന് കരുതി എന്താ പ്രശ്നം? അച്ഛൻ സമയമാകുമ്പോൾ എല്ലാവരോടും പറഞ്ഞാൽ മതി. ആ ദിവസത്തിന് വേണ്ടി ഈ മോള് കാത്തിരുന്നോളാം എന്നൊക്കെ മറുപടി കൊടുക്കുന്നുണ്ട് കേട്ടോ അലീന.
വേലക്കാരിയാക്കാനല്ല ഞാൻ ഈ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വന്നത്. എൻ്റെ കോടിക്കണക്കിന് സ്വത്തുക്കളുടെ ഏക അവകാശി ഇനി നീയാണ്. ഇതൊക്കെ ഞാൻ എൻ്റെ മോളുടെ പേരിലേക്ക് മാറ്റുന്നുണ്ട്. അതുവരെ മോള് കാത്തിരിക്കണം. അച്ഛൻ മോളുടെ കൂടെ എന്തിനും ഏതിനും ഉണ്ടാകും. മോളിപ്പോൾ അകത്തേക്ക് ചെല്ലുക. മോൾക്ക് വേണ്ടി ഞാനൊരു റൂം റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അലീന തൻ്റെ ബാഗ് എടുത്ത് അകത്തേക്ക് ചെല്ലുന്നുണ്ട്. മോളെ കണ്ടിട്ട് എനിക്ക് മതിയായിട്ടില്ല. എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ എൻ്റെ സ്വന്തം മോളെ കാണുന്നത്. ഞാൻ ഇനി എങ്ങോട്ടും വിടില്ല. എന്നെയും എൻ്റെ മോളെയും പിരിച്ച ഒരുത്തനെയും ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ തീരുമാനമെടുക്കുന്നുണ്ട് കേട്ടോ സ്റ്റാൻലി. അങ്ങനെ അവർ രണ്ടുപേരും അച്ഛനും മകളും പോലെ പരസ്പരം സ്നേഹിച്ച് സന്തോഷത്തോടെ ആ വീട്ടിൽ കഴിയുമായിരിക്കും. അപ്പോൾ സ്റ്റാൻലിക്കാണെങ്കിൽ ഒരുപാട് വളർത്തു നായ്ക്കളൊക്കെ ഉണ്ടായിരിക്കും. അവരൊക്കെ അലീനയുമായിട്ട് പെട്ടെന്ന് തന്നെ ഇണങ്ങുന്നുണ്ട്. അങ്ങനെ വളരെയധികം രസകരമായിട്ടുള്ള എപ്പിസോഡുകളൊക്കെ ആയിരിക്കും ഇനി മഴതോരും മുമ്പേ സീരിയൽ വരാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്